ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ കേട്ടോ. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു ആലുവ റോഡിനാണെങ്കിൽ ഒരു ശിവക്ഷേത്രം ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല പഴക്കമുള്ള ക്ഷേത്രം കേട്ടോ. നമ്മൾ അതിൻ്റെ ലൊക്കേഷനാണ് നിൽക്കുന്നത്. അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അത് കയറുമ്പോൾ കണ്ടില്ലേ, ഈ സൈഡ് ഇതാ ഫുള്ള് ഇതൊക്കെ ഒരു കല്ലൊക്കെ അടക്കി വെച്ചുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഈ സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഒരു പെട്ടെന്ന് ആരും അങ്ങനെ തിരിച്ചറിയില്ല. ഇതിൻ്റെ ഐഡൻറ്റി എന്ന് പറയുന്നത് ആ ഫ്ലാറ്റ് കേട്ടോ. കണ്ടില്ലേ, വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് ഈ സൈഡിൽ. ഒരു ഒഴിഞ്ഞു കിടക്കണ പറമ്പ് അത് കണ്ടില്ലേ. അങ്ങനെ ആരും എത്തിച്ചേരാത്തൊരു വഴിയാണ്. ഒരു ശിവക്ഷേത്രമാണ് ഈ വഴിയിൽ. ഇതൊക്കെ കാണുന്നതാണ് അമ്പലം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലം അധികം നോക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു അമ്പലമാണത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വശത്ത് കൂടെ പോവാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഇതുണ്ടല്ലേ, പൂർണ്ണമായിട്ടും ഇത് തകർന്നിരിക്കുകയാണ്. ചുറ്റുഭാഗം കണ്ടില്ലേ, ഫുള്ള് തകർന്നിരിക്കുകയാണ്. ഒരു ഒഴിഞ്ഞൊരു പറമ്പാട്ടത് കണ്ടില്ലേ. അങ്ങനെ ആരും ഇവിടെ ഒന്നും എത്തിച്ചേരാത്തൊരു സ്ഥലം കണ്ടില്ലേ. വലിയൊരു ബലിക്കല്ലുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആരോ എന്താ പൂജയൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ പുറത്തത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ളിലത്തെ ഡീറ്റെയിൽ നോക്കാം. പിന്നെ ഇത് അവിടെ എന്തൊരു തറ കാണുന്നുണ്ട്. അതായത് സർപ്പത്കാവ് ആവുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കണ്ടില്ല, അത്യാവശ്യം നല്ല അടിപൊളി അമ്പലാട്ടത്. എന്തൊക്കെയോ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൂജാരി. ചേട്ടോ ഇവിടെ പൂജയൊക്കെ നടത്തുന്നുണ്ടോ? ഉണ്ടല്ലേ. ആ, ഞങ്ങൾ ഇത് ഒന്ന് അന്വേഷിക്കാൻ മുന്നേ സ്ഥലം കണ്ടേ. അപ്പം അത് നോക്കാണ്ട് കിടക്കുന്ന അറിയാൻ. പ്രൈവറ്റ് ആണല്ലേ? അനുവദിക്കാറില്ല സാധാരണ. അപ്പുറത്തെ വീട്ടുകാരെയാണ് അവർ ലോക്കൽ ഗാർഡിയനായിട്ട് ഏൽപ്പിച്ചായിരുന്നത്. അത് ശരി. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓടിക്കും. അധികം നേരം നിൽക്കണ്ട. ഞങ്ങൾ ജസ്റ്റ് ഈ പുറത്ത് അങ്ങനെ തൊഴാമെന്നാണെങ്കിൽ അത് തൊഴാം, അല്ലാതെ സർപ്പത്തറ കണ്ടിട്ടോടാ. സർപ്പത്തറ ഉണ്ടല്ലേ. പിന്നെ ഇതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വലിയ അനുവാദമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴാനൊക്കെ ആണെങ്കിൽ തൊഴാന്നൊക്കെ പറഞ്ഞു. നമ്മൾ കയറുന്നില്ല, ജസ്റ്റ് ഇതാ പുറത്തത്തെ കാഴ്ചകളാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടില്ലേ, ഈ അമ്പലത്തിൻ്റെ ഒരു ഇത് കണ്ടില്ല. അത്യാവശ്യം നല്ല അടിപൊളി ഒരു അമ്പലമാണ്. നിങ്ങൾ അത്യാവശ്യം നല്ല പഴക്കമൊക്കെ ഉണ്ട് ഇതിന്. ഇത് അമ്പലത്തിൻ്റെ ബാക്കിലുണ്ടല്ലോ ഒരു വലിയ ഫ്ലാറ്റ് ആട്ടോ. അത് കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. പിന്നെ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഉള്ളിൽ പഴതായിരിക്കുകയാണ്. പിന്നെതാ സൈഡിലത് വലിയൊരു ബലിക്കല്ലുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു. കണ്ടില്ലേ, തടികളൊക്കെ കണ്ടില്ലേ. നല്ല തടികളാണ്, കുറച്ച് പഴക്കണ്ടെങ്കിൽ നല്ല ഉറപ്പൊക്കെ ഉണ്ട്. ആ വലിയൊരു ബലിക്കല്ലാണിത്. മേലവശം കണ്ടില്ല, അടിപൊളി കിടിലൻ വർക്കൊക്കെ ചെയ്തിട്ടാ. മരത്തിൻ്റെ കൊണ്ട് പണിത് അടിപൊളിയാക്കിയിട്ട് വെച്ച സാധനമാണ്.
ഒരു വെറൈറ്റി പണിയൊക്കെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. സൈഡിൽ കണ്ടില്ലേ മതിലൊക്കെ തകർന്നിരിക്കുകയാണ്. പിന്നെ ഓവുചാലൊക്കെ കണ്ടില്ലേ, ഓവുചാല വേറൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു കേട്ടോ. പടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല ഇപ്പോൾ. ഇതാണ് ഉൾവശട്ടോ അതിൻ്റെ അമ്പലത്തിൻ്റെ. ഉൾവശമൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ് കാണാൻ. ഇതുണ്ടേ ഉള്ളിൽ ഭയങ്കര അടിപൊളി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ഫിനിഷിങ്ങിനെ എടുക്കുന്നത്. അപ്പോൾ പുറത്തത്തെ ഇതിനൊക്കെയാണ് കൂടുതൽ നാശം സംഭവിച്ചത്. പിന്നെ ഇവിടെ ഒരു തിരുമേനി ഇതിൽ പൂജ ചെയ്യാനൊക്കെ ഒരാളെന്നെ ഏൽപ്പാടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആള് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അമ്പലം അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. ഇതെന്തത് നോക്കാണ്ട് കിടക്കണത് അറിയാൻ പറ്റുമോ? അല്ല ഇങ്ങനെ സംഭവം ഇങ്ങനെ നശിച്ച് കിടക്കണം, അതുകൊണ്ട് ചോദിച്ചതാ. ആ അതന്നെ. ആ അല്ല നശിക്കാൻ പറഞ്ഞപ്പോൾ കണ്ട് ഇങ്ങനെ ആ ഒന്ന് ഇതേ ആ അതെ അതെ. ഏരിയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിലേ ആ അതെ. ഏയ് കംപ്ലീറ്റ് മരങ്ങളാണ്. സാധാരണ രീതിക്കുള്ള പണികളല്ലല്ലോ. ആൾക്കാരും നല്ല ഒരു ഐഡിയ വേറെ. ക്ഷേത്രത്തിന്റെ പണി വേറെ. സാധാരണ കെട്ടിട നിർമ്മാണം പോലെ ആ അതെ. ഇതിലെങ്ങനെ ശിവനും പാർവതി അതോ ശിവൻ എങ്ങനെ? ശിവന് പാർവതി അല്ല അല്ലേ, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ആ ആ ആ അല്ല ഞങ്ങൾ ഈ അമ്പലത്തിന് ഇത് അറിയാൻ വേണ്ടി, ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. ഇതെങ്ങനെ അത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഫെസ്റ്റ് കാണുന്നുണ്ട്. എൻ്റെ വിഷ്ണു. ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള കുറേ വലിപ്പല്ല എന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഈ സൈഡിൽ മൊത്തം ഉണ്ട്, ഇത് അവിടെ ഉണ്ട്, ഈ സൈഡിലുണ്ട്, ഇതവിടെ തകർന്നെടുക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഇവിടെയും കിടക്കുന്നുണ്ട്. എനിക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇത് മൊത്തം ഒരു പറമ്പാണ്, പ്രൈവറ്റ് ഇയാളുടെ മൊത്തം പറമ്പിലുള്ള സംഭവം ഇതൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ തിരുമേനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം 300 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെ അത്. ഗൈസാണ് അമ്പലത്തിൻ്റെ ബാക്ക് വശത്ത് കാഴ്ച കേട്ടോ. ഇവിടേക്ക് കാട് മൊന്തം പിടിച്ച് കിടക്കുകയാണ് കംപ്ലീറ്റ്. കണ്ടില്ലേ, മതിലൊക്കെ വേരൊക്കെ ഇറങ്ങി വീട് നശിച്ച് കിടക്കുകയാണ്.
അപ്പോൾ ഗൈസ്, ഇതാണ് തുടിയാട്ടിൽ മഹാക്ഷേത്രത്തിൻ്റെ മഹാശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. വേറെ ഒന്നുമില്ല ഇവിടെ. അത്യാവശ്യം നല്ല പഴക്കമുള്ള അടിപൊളി ക്ഷേത്രമാണ്. പിന്നെ ഇത് അടിപൊളിയാക്കാൻ നമുക്ക് വിചാരിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.